എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കൂടുതൽ മുഖവുരയൊന്നും ഇല്ലാണ്ട് ഞാൻ വേഗം തന്നെ തുടങ്ങുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അടുക്കും ചിട്ടയും വേണ്ട ഒരു അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ്. ഇന്ന് ഭൂരിഭാഗം ആളുകൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അടുക്കും ചിട്ടയോട് കൂടിയിട്ടുള്ളൊരു ജീവിതം ഉണ്ടാവുന്നില്ല. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അടുക്കും ചിട്ട. നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ വീടും നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ലൊരു അടുക്കും ചിട്ടയും വൃത്തിയുമായിട്ട് ഉപയോഗിക്കാനായിട്ട് ഇന്നത്തെ ആളുകൾ ശ്രദ്ധിക്കണില്ല. പക്ഷേ നമ്മളെപ്പോഴും നമ്മുടെ വീടും പരിസരമൊക്കെ നല്ല വൃത്തിയാക്കി സൂക്ഷിക്കുകയും പിന്നെ നമ്മുടെ അടുക്കളയിൽ ഇപ്പോൾ സ്ത്രീകളാണല്ലോ അടുക്കളയിൽ പെരുമാറുന്നത്. അപ്പോൾ നമ്മുടെ പണികളൊക്കെ ഭംഗിയായി കഴിച്ച് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യനിഷ്ഠയോടു കൂടി ചെയ്തു വെച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി ഉണ്ടാവും. ആ നേരത്ത് നമ്മൾ വീട്ടിലത്തെ ഒരു കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യാതെ നമ്മളിങ്ങനെ അലസന്മാരായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അലസൻ്റെ മനസ്സ് ചെകുത്താൻ്റെ പണിപ്പുരാന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ നമ്മളങ്ങനെ ഒരു അലസമട്ടിൽ ജീവിക്കരുത്. നമ്മുടെ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ടും ചിട്ടയായിട്ടും പിന്നെ അതൊരു ഇഷ്ടത്തോടു കൂടി ചെയ്യുമ്പോൾ നമുക്കൊരു അത് ചെയ്യാനായിട്ടൊരു മടുപ്പുണ്ടാവില്ല. നമ്മളിതൊരു ഭാരം പോലെ ചെയ്യുമ്പോഴാണ് നമുക്കത് ചെയ്യാനായിട്ട് ഓരോ പണികളായാലും ഓരോ കാര്യങ്ങളായാലും ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ടൊരു മടുപ്പ് തോന്നും. മടുപ്പില്ലാണ്ടിരിക്കണമെങ്കിൽ അതിനോടൊരു ഇഷ്ടം വേണം. അത് ചെയ്യുമ്പോൾ ഇഷ്ടത്തോടു കൂടി നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നമ്മളങ്ങനെ ചെയ്ത് പിന്നെ നമ്മളത് ദിവസം ചെയ്യുമ്പോൾ നമുക്കതൊരു ശീലമായി മാറും. നമുക്ക് ആ വൃത്തിയും വെടുപ്പും ഇല്ലെങ്കിൽ നമുക്ക് വല്ലാത്തൊരു എന്തോ പോലെ തോന്നും. ഒരു അസ്വസ്ഥതയാണ് നമുക്ക് വൃത്തിയില്ലാത്ത സ്ഥലത്ത് നമുക്ക് പെരുമാറാനായിട്ട്. അങ്ങനെ പെരുമാറി ശീലിച്ചവർക്ക് വൃത്തിയില്ലാത്ത സ്ഥലത്തിൽ പോയി പെരുമാറാനായിട്ട് പറ്റില്ല. അവർക്കത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കി സൂക്ഷിച്ച് നമ്മുടെ വസ്ത്രങ്ങളെല്ലാം വൃത്തിയായി കഴുകി അതൊക്കെ ഭംഗിയാക്കി വെച്ച് അതൊക്കെ ചെയ്ത് നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഭംഗിയിൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കരമായൊരു പോസിറ്റീവ് എനർജിയാണ് അത് തരുന്നത്. നമുക്കത് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കുക. നമ്മൾ ഓരോ ദിവസം നമ്മുടെ വീട്ടിലത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഭംഗിയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് ഭയങ്കരമായൊരു സന്തോഷം ഉണ്ടാവും ഇല്ലേ? ഒരുവിധം എനിക്കതങ്ങനെ ഉണ്ടാവാറുണ്ട്. എന്നാൽ പണികളൊന്നും ചെയ്യാണ്ട് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് മാനസികമായിട്ടും ഒരു സുഖമില്ലാത്ത പോലെയാണ് തോന്നുക. അപ്പോൾ എല്ലാവരും എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും അടുക്കും ചിട്ടയിലും ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി അതേപോലെ നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങളായാലും ഹസ്ബൻഡിൻ്റെ കാര്യമായാലും എല്ലാതും നല്ല ഭംഗിയിൽ ഹസ്ബൻഡും നമ്മളെ സഹായിക്കട്ടെ. അവരും കാണുമ്പോൾ അവരെയും നമ്മളോട് കൂടി ചേർത്ത് അവരെയും ഒരു അടുക്കും ചിട്ടയും പഠിപ്പിച്ച് അവരും കുട്ടികളെയും അതിൽ പങ്കാളികളാക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരും ആ ശീലം ചെറുപ്പം തൊട്ടേ പഠിക്കുകയാണെങ്കിൽ നല്ലത്. പിന്നെ ഒരു കാലഘട്ടമൊക്കെ കഴിയുമ്പോൾ അവർക്ക് മാറ്റങ്ങളൊക്കെ വരും. അത് പിന്നെ അപ്പോഴത്തെ കാര്യങ്ങളല്ലേ. അപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടികളെയും കൂടി നമ്മൾ അടുക്കും ചിട്ടയിലും ജീവിക്കാനും ഒക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു കാര്യമാണ്. അങ്ങനെയുള്ള വീടുകൾ അങ്ങനെയുള്ള വീടുകളിലേക്ക് നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ അവിടെ ഭയങ്കരമായൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ഫീൽ ചെയ്യുക. വൃത്തിയുള്ള വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ കണ്ടുണ്ടാ. എന്നാൽ വൃത്തിയില്ലാത്ത വീടുകളിലേക്ക് നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ നിമിഷം അപ്പം തന്നെ അവിടെ നിന്ന് എങ്ങനെയും പോന്നാൽ മതി എന്ന് വെച്ചിട്ടാവും നമ്മൾ ഇരിക്കുക. അപ്പോൾ അത് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീടുകളൊക്കെ നല്ല വൃത്തിയിലും ഭംഗിയിലും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ചിട്ട. രാവിലെ നേരത്തെ എനിക്കായാലും അത്ര പുലർച്ചെ 5 മണിക്കും 4 മണിക്കും എനിക്കെന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും ഒരു 6 മണിയോട് കൂടി എഴുന്നേറ്റ് നമ്മുടെ പണികളൊക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ പണികൾ വേഗം കഴിയും. നമുക്ക് കുറച്ച് നേരം കിട്ടും ചെയ്യും. പിന്നെ അതെന്നും ചെയ്ത് ശീലമായി കഴിഞ്ഞാൽ പിന്നെ നമ്മളതങ്ങനെ തുടർച്ചയായിട്ട് എന്നും ചെയ്തു പോവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കി നോക്കുമോ. അപ്പോൾ നമുക്ക് കൂടുതൽ മാനസികമായൊരു സംതൃപ്തിയാണ് ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ജോലിക്കാരുടെ കാര്യം ഞാൻ പറയണില്ലേ. ഇപ്പോൾ ജോലിക്കാരാണ്, അവർക്ക് എല്ലാതും ചിട്ടയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സാധാരണയുള്ള വീട്ടമ്മമാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ജോലിക്ക് ചെയ്യണവരൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാവർക്കും എങ്ങനെയാണെന്ന് നമുക്ക് അവരുടെ ജോലിയുടെയും കാര്യങ്ങൾക്കൊക്കെ അനുസരിച്ചിരിക്കും.
പക്ഷെ നമുക്ക് വീട്ടമ്മമാർക്ക് വീട്ടിൽ സ്ഥിരമായിട്ട് നമ്മുടെ വീട്ടിൽ ഒരു ഹൗസ് വൈഫായിട്ട് നിൽക്കുന്നവർക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ശ്രമിച്ച് നോക്കി നോക്കൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെ ഒരു പോസിറ്റീവ് എനർജി തരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങളങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിച്ച് നോക്കൂ കേട്ടോ. ഓക്കേ.